ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് മൊഡ്യൂൾ 4ൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗത്തേക്ക് പോകണം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ മെറ്റീരിയൽസ് എഞ്ചിനീയറിങ്ങിൽ, അതായത് മൊഡ്യൂൾ 4ൽ തന്നെ 2 ടോപ്പിക്കാണുള്ള, ഒന്ന് മെറ്റീരിയൽസ് എഞ്ചിനീയറിങ്ങും പിന്നെ സെക്കൻഡ് ഫാറ്റിഗ് ഫെയിലിയറും. അപ്പോൾ മെറ്റീരിയൽസ് എഞ്ചിനീയറിങ്ങിൽ നമ്മൾ എഫക്റ്റ് ഓഫ് അലോയിങ് എലമെൻറ്റ്സ് ഒക്കെ പറഞ്ഞു. ഓരോ അലോയിങ് എലമെൻറ്റുകൾ വരുമ്പോൾ എന്താ പറ്റണതെന്ന് പറഞ്ഞു. അലോയിങ് എലമെൻറ്റ് വരുമ്പോൾ ജനറൽ എഫക്റ്റുകൾ, ഡിസ്ലൊക്കേഷൻ, മൂവ്മെൻറ്റ്, പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ, പ്രഷർ അഥവാ ആൽഫ ബീറ്റ സ്ട്രെങ്തനിങ് ആണത്. അതായത് നമ്മുടെ അയണിൻ്റെ യുറ്റക്ടോയിഡ് ഡയഗ്രത്തിൽ ആൽഫ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലോ ടെമ്പറേച്ചറിലുള്ള സാധനമാണ് അല്ലേ. അപ്പോൾ ഇതിനെ ആൽഫ ഫെറൈറ്റ് ലോ ടെമ്പറേച്ചറിലുള്ള, അതിന് ഹൈ ടെമ്പറേച്ചറിൽ സ്റ്റെബിലിറ്റി കൂട്ടാനായിട്ട് നമുക്ക് ചില സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം. ലൈക്ക് നമ്മൾ പറഞ്ഞ പോലെ ക്രോമിയം ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറ്റും. ഇനി വനേഡിയം പോലത്തെ സാധനങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈ ടെമ്പറേച്ചർ ഡെൽറ്റ ഫെറൈറ്റ്, അതായത് അതിൻ്റെ ബീറ്റ ഫേസ് അല്ലെങ്കിൽ നമ്മുടെ ഓസ്നൈറ്റുകളും ഈ വക സാധനങ്ങൾക്കൊക്കെ ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ സ്റ്റെബിലിറ്റി ഉള്ളൂ. ലോ ടെമ്പറേച്ചറിൽ അവർ വേറെ സാധനങ്ങളായിട്ട് ഡികമ്പോസ് ചെയ്യും. അപ്പോൾ അത് പോലുള്ള സാധനങ്ങളെ നമുക്ക് ലോ ടെമ്പറേച്ചറിൽ സ്റ്റേബിളാക്കാൻ പറ്റും. ഓക്കെ, ഹൈ ടെമ്പറേച്ചറുള്ള സാധനം ബീറ്റ ഫേസുകൾ നമുക്ക് ലോ ടെമ്പറേച്ചറിൽ സ്റ്റേബിളാക്കാൻ വേണ്ടിയാണ് നമ്മൾ ബീറ്റ സ്റ്റെബിലൈസേഴ്സ് ആഡ് ചെയ്യണം. അതാണ് പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷനുള്ള എഫക്റ്റുകൾ. നമ്മൾ ചില വനേഡിയം പോലെയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ബീറ്റ ഫേസുകളുടെ സ്റ്റെബിലിറ്റി കൂടുകയൊക്കെ ചെയ്യും. അതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ദെൻ നമ്മുടെ അലോയിങ് എലമെൻറ്റുകളുടെ ജനറൽ എഫക്റ്റുകൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു. അലോയിങ് എലമെൻറ്റ് ഓരോന്ന് ചേർത്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സ്ട്രെങ്ത്തിനൊക്കെ എങ്ങനെയൊക്കെ വ്യത്യാസം ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിലും കൂടുതൽ ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മുടെ മെറ്റീരിയൽസ് എഞ്ചിനീയറിങ്ങിൽ തന്നെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ കാണിച്ചു തരാം. ഓക്കെ, നോക്കട്ടെ. നോക്കാം. ഇതിൻ്റെ അകത്ത് ഈ മെറ്റീരിയലിൽ നമ്മുടെ അലോയിങ് എലമെൻറ്റുകളുടെ എഫക്റ്റുകളല്ല, മോളിഡിനം, ഹൈ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ മുതൽ കാസ്റ്റ് അയൺസ്, മോളിഡിനം, ദെൻ ഫാബ്രിക്കേഷൻ മെറ്റൽസ് ലൈക്ക് എന്തൊക്കെയാണ് മെറ്റൽ ഫോമിങ് സാധനങ്ങളൊന്നും വേണ്ട. ഇതിൻ്റെ അലോയ് സ്റ്റീലുകളുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തന്നതാണ്. അതുകൂടാതെ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഓരോ അലോയിങ് എലമെൻറ്റിന് സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് വ്യത്യാസം വരാൻ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തൊരു വേറെ ഞാൻ മെറ്റീരിയലൊന്നും തരില്ല കേട്ടോ. PPT കൊണ്ടും വലിയ PPTയിൽ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ഓവർവ്യൂ വെച്ച് പഠിച്ചു പോകാനാണ്. ബട്ട് അതിലും ഡീപ്പായിട്ട് കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി തന്നെ പഠിക്കണം. എയർവാക്കിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ അത് പിന്നെയും ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അലോയിങ് എലമെൻറ്റുകളുടെ ഇതിൻ്റെ ഓരോ എലമെൻറ്റിൻ്റെയും സ്പെസിഫിക് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലാസ്സിലെടുത്തുകൊണ്ടിരുന്നതിന് തീരില്ല. അപ്പോൾ പിന്നെ മാർട്ടിൻ സിക്സ് സ്റ്റീൽസ്, അങ്ങനെ കുറച്ച് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ എന്താണ്, അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് ഇടുന്നതാണ്. അത് നിങ്ങൾ മെറ്റീരിയൽ നോക്കിയും ടെക്സ്റ്റ് ബുക്ക് നോക്കി എഴുതിക്കൊള്ളണം. ദെൻ നമുക്കിനി ഈ മൊഡ്യൂളിൽ തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് ഇപ്പോൾ നമ്മുടെ ഇത്രയും ഭാഗം, ഈ ഒരു നിക്കൽ സ്റ്റീൽസ് മുതൽ ഈ ഭാഗം വരെ നമുക്ക് അസൈൻമെൻ്റ് ആയിട്ട് തരുന്നതാണ്. ഓക്കെ, അത് നെക്സ്റ്റ് ഫ്രൈഡേയിലേക്ക് സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അത്രയും ടൈമുണ്ട്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫാറ്റിഗ് സ്ട്രെസ്സുകളൊക്കെയാണ്. അപ്പോൾ ഫാറ്റിഗ് എന്താണെന്ന് വെച്ചാൽ, ഈ സാധനം ഫാറ്റിഗ് എന്ന് പറയുന്നത് ലാസ്റ്റ് സിലബസിൽ, KTUവിൻ്റെ പഴയ സിലബസിൽ ഒരു എൻറ്റയർ മൊഡ്യൂളായിരുന്നു. ആ മൊഡ്യൂളിലുള്ള സാധനങ്ങൾ അത്രയും നിങ്ങൾക്ക് ഈ 2 മൊഡ്യൂളിലേക്ക്, ഈ 4th മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പാർട്ടിലും 5th മൊഡ്യൂളിൻ്റെ സ്റ്റാർട്ടിംഗ് പാർട്ടിലുമായിട്ട് വീതിച്ച് തന്നേക്കാണ്. അപ്പോൾ ടോപ്പിക്കിനൊന്നും ഒരു കുറവില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട സാധനം അതുപോലെ തന്നെ പഠിക്കേണ്ടേ വരും. അപ്പോൾ ഫാറ്റിഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബേസിക്കലി ഒരു മെറ്റീരിയൽ ഫെയിൽ ചെയ്യണത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കണം. അതായത് ഞാനിപ്പോൾ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു ടൂളുണ്ട്. ഈ ടൂളിന് അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന് ഞാനിപ്പോൾ ഒരു എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ, ഞാനൊരു സൈക്കിൾ ഉണ്ടാക്കിയെന്ന് വെച്ചോ. ഈ സൈക്കിളിൻ്റെ മുകളിൽ കയറ്റാവുന്ന മാക്സിമം ലോഡ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? ഈ മാക്സിമം ലോഡ് എന്ന് പറയുമ്പോൾ ആ മെറ്റീരിയൽ ഡീഫോം ചെയ്ത് തുടങ്ങുമ്പോഴാണോ അതോ അത് പൊട്ടിപ്പോകുമ്പോഴാണോ, അപ്പോഴൊക്കെ എങ്ങനെയൊക്കെയോ എനിക്ക് അതിൻ്റെ മാക്സിമം ലോഡ് കണ്ടുപിടിക്കണം. അതിൻ്റെ ഒരു കപ്പാസിറ്റിയിൽ മുകളിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ ലോഡ് കൊടുക്കുമ്പോഴും ഇതിൻ്റെ ഓരോ കോമ്പണൻസിൽ എവിടെയൊക്കെയാണ് കൂടുതൽ സ്ട്രെസ് വരുന്നതെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അതൊക്കെയാണ് എഞ്ചിനീയേഴ്സിൻ്റെ ജോലി. നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് പ്രത്യേകത അറിഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു മോട്ടറുണ്ട്. ഈ മോട്ടറിൽ ഞാനൊരു ലോഡിങ് കൊടുക്കുകയാണ്, ഞാനൊരു പുള്ളി ഓപ്പറേറ്റ് ചെയ്യിക്കുകയാണ് ഇതിൻ്റെ ഇതിൽ.
അപ്പോൾ മോട്ടറിന് പവറൊക്കെ ഉണ്ട്, ബട്ട് അതിൻ്റെ ഷാഫ്റ്റിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ പുള്ളിയുടെ റോപ്പിലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ്സുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ആ കണ്ടുപിടിച്ചനുസരിച്ച് ഇത് എപ്പോൾ ഫെയിൽ ആവുമെന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു ഇൻസൈറ്റ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് എന്തായാലും വേണം. ഓക്കെ, അപ്പോൾ ഫെയിലിയർ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ ബേസിക്കലി 3 തരത്തിലാണ് ഫെയിലിയേഴ്സ് ഉള്ളത്. ഒന്ന് ഡക്റ്റൈൽ ഫെയിലിയർ, ദെൻ ബ്രിറ്റിൽ ഫെയിലിയർ ആൻഡ് ഫൈനലി ഫെറ്റീഗ് ഫെയിലിയർ. അപ്പോൾ ഡക്റ്റൈൽ ആൻഡ് ബ്രിറ്റിൽ ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത് ബേസിക് ആണ്. നിങ്ങൾക്ക് നെക്സ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ട് എന്താണ് ഡക്റ്റൈൽ ഫെയിലിയർ, എന്താണ് ബ്രിറ്റിൽ ഫെയിലിയർ, ദെൻ ദർ ഈസ് ഡക്റ്റൈൽ ടു ബ്രിറ്റിൽ ട്രാൻസിഷൻ, ടെമ്പറേച്ചർ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡക്റ്റൈൽ ഫെയിലിയറും ബ്രിറ്റിൽ ഫെയിലിയറും നമുക്ക് എക്സാമ്പിൾ വെച്ച് പഠിക്കാം. ഇപ്പോൾ നമ്മൾ ഒരു സാധാരണ ഒരു അലൂമിനിയത്തിൻ്റെ ഒരു ബാർ എടുത്തിട്ട് നമ്മൾ അതിനെ 2 എൻഡിൽ നിന്ന് പിടിച്ച് വലിക്കുകയെന്ന് വെച്ചോ. പിടിച്ച് വലിക്കുമ്പോൾ എന്ത് പറ്റും? അത് ഞാൻ പണ്ട് പറഞ്ഞ പോലെ തന്നെ ഇത് ഇലോങ്ങേറ്റ് ചെയ്തിട്ടാണ്, കുറച്ച് ഇലോങ്ങേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ സാധനം പൊട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ അവിടെ കപ്പ് ആൻഡ് കോൺ ഫ്രാക്ചർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവണം. ഫ്രാക്ചർ നമുക്ക് അടുത്ത മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. നോക്കുക, സോറി അത് കാണുന്നില്ല, ഇത് പകുതി ആ ഫിഗറേ ഉള്ളൂ, എന്നാലും വേണ്ടില്ല. അതായത് കംപ്ലീറ്റ്ലി ഡക്റ്റൈൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ അത് പൊട്ടുന്ന സ്ഥലത്ത് ഇലോങ്ങേറ്റ് ആദ്യം ഒരു നെക്കിങ് ഉണ്ടാവും. അതായത് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ചെയ്ത് വരും. എന്നിട്ട് അത് പൊട്ടുന്ന സ്ഥലത്ത് ഇത് പെർഫെക്റ്റ്ലി ഡക്റ്റൈൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അത് പൊട്ടുന്ന സ്ഥലത്ത് ക്രോസ് സെക്ഷൻ കുറഞ്ഞ് ഇങ്ങനെ ഇതായിട്ട് വരും. ഇനി മിക്കവാറും പ്രാക്ടിക്കലി എല്ലാ മെറ്റീരിയൽസും ഇത്ര എക്സ്റ്റെൻസീവ്ലി ഡക്റ്റൈൽ അല്ല. ഒരു ചെറിയ ബ്രിറ്റിൽനെസ് അതിനൊക്കെ ഉണ്ടാകും. സ്ട്രെയിൻ ഹാർഡനിങ് കാരണം, നമ്മൾ വലിക്കുന്ന കാരണം ഒരു ചെറിയ ഒരു ബ്രിറ്റിൽനെസ് ഒക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അലൂമിനിയം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഫെയിൽ ചെയ്യും. ഇത് അലൂമിനിയം നമ്മുടെ മൈൽഡ് സ്റ്റീലിൻ്റെ ബാർസൊക്കെ ഇതുപോലെ ഫെയിൽ ചെയ്യും. അപ്പോൾ വളരെ, അതായത് ഈ ഇലോങ്ങേറ്റ് ചെയ്തത് ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ചെയ്തിട്ട് പെട്ടെന്നൊന്ന് പൊട്ടിപ്പോകും, നടുക്കുന്ന ഇങ്ങോട്ട് പൊട്ടിപ്പോകും. അതായത് ഇവിടുത്തെ ഇതുപോലെ കോർത്ത് ഇങ്ങോട്ട് വരില്ല, സെൻറ്ററിൽ കൂടെ ബ്രിറ്റിലായിട്ട് ഫ്രാക്ചർ ചെയ്യും. ബ്രിറ്റിൽ ഫ്രാക്ചർ എന്ന് പറയുന്നത് നമ്മൾ ക്ലീവേജ് പ്ലെയിൻ പൊട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് എക്സാക്ട്ലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇപ്പം നിങ്ങൾ ഗ്ലാസ് ഈസ് എ ഹൈലി ബ്രിറ്റിൽ മെറ്റീരിയൽ. ഗ്ലാസ്, സെറാമിക്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ, ഈ ക്രോക്കറി വെയർ അങ്ങനെയുള്ള എല്ലാം ബ്രിറ്റിൽ ഫ്രാക്ചറാണ്. കാരണം അതിനെ നമ്മൾ 2 സ്ഥലത്ത് പിടിച്ച് വലിക്കാനോ എന്തെങ്കിലുമൊക്കെ നോക്കി കഴിഞ്ഞാൽ അത് ഡീഫോം ചെയ്യില്ല. അത് വളയും ഇതും പൊളയൊന്നുമില്ല. നേരെ എന്ത് ചെയ്യും? നേരെ ഒരു ക്ലീവേജ് പ്ലെയിൻ വെച്ചിട്ട് അങ്ങോട്ട് പൊട്ടിപ്പോവും നേരെ. അതായത് നമ്മൾ കൊടുക്കുന്ന പ്രഷർ കൊടുക്കുന്ന അല്ലെങ്കിൽ ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുന്ന ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു പ്ലെയിനിൽ വെച്ച് അതങ്ങോട്ട് പൊട്ടിപ്പോവും. അതാണ് ബ്രിറ്റിൽ ഫ്രാക്ചർ. അപ്പോൾ ഡക്റ്റൈൽ ഫ്രാക്ചർ എന്താണ്? ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഫെയിലിയറിന് മുമ്പ്, പൊട്ടിപ്പോകുന്നതിന് മുമ്പ് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് ആ പൊട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്? ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ചെയ്യും. ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ചെയ്തിട്ട് അത് ഈ ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ചെയ്ത് അതിൻ്റെ ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? ഈ അപ്ലൈഡ് സ്ട്രെസ്സിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ റെഡ്യൂസ് ചെയ്യുമ്പോൾ അപ്ലൈഡ് സ്ട്രെസ്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ, സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഇപ്പോൾ ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നതോറും അവിടുത്തെ ആ ലോക്കൽ സ്ഥലത്ത് സ്ട്രെസ് ഇങ്ങനെ കൂടി വരും. ആ സ്ട്രെസ്സ് ഫെയിലിയർ ലിമിറ്റിന് മുകളിലേക്ക് പോകുമ്പോൾ ഈ സാധനം പൊട്ടിപ്പോവും. നമ്മുടെ മെറ്റീരിയലിന് താങ്ങാൻ പറ്റുന്ന, നമ്മൾ ഫസ്റ്റ് പഠിച്ച സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓർക്കുക. ഫെയിലിയർ ലിമിറ്റിന് താങ്ങാനാവുന്നതിനേക്കാളും കൂടുതൽ സ്ട്രെസ് വന്നു കഴിയുമ്പോൾ അത് പൊട്ടിപ്പോവും ഒബ്വിയസ് ആയിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയൽസ് ആകുമ്പോൾ അതിന് ഈ ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട് ഓൾമോസ്റ്റ് ഇലോങ്ങേറ്റഡ് ആയിട്ടായിരിക്കും വരിക. ഇങ്ങനെ ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ചെയ്തൊരു ഷേപ്പിലാണ് വരിക. ബട്ട് ജനറലി മിക്കവാറും എല്ലാ മെറ്റീരിയൽസിനും ഏത് എക്സ്റ്റെൻസീവ്ലി ഡക്റ്റൈൽ ആയിരിക്കില്ല, ചെറിയൊരു ബ്രിറ്റിൽനെസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റൽസ് മിക്കവാറും ഒരു കപ്പ് ആൻഡ് കോൺ ഫ്രാക്ചർ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ കപ്പ് ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ C ഷേപ്പിൽ മുകളിലേക്കും വരും, ഇത് താഴേക്കും വരും. ഞാൻ നമ്മുടെ അലൂമിനിയത്തിൻ്റെ എക്സാ ഡയഗ്രം കാണിക്കാം. കണ്ടോ? ഇവിടെ ഇങ്ങനെ വരും, ഇതിൻ്റെ അകത്തൊരു കപ്പ് ഷേപ്പിൽ ഇവിടെയും വരും. അപ്പോൾ ഒരു കപ്പ് ആൻഡ് കോൺ ഫ്രാക്ചർ എന്ന് തന്നെ പറയും. അത് ഡക്റ്റൈൽ മെറ്റീരിയൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ബട്ട് ഫോർ ബ്രിറ്റിൽ മെറ്റീരിയൽസ്, ഇത് മൈൽഡ് സ്റ്റീൽ അല്ലാതെ ഹൈ കാർബൺ സ്റ്റീലാട്ടോ. ഹൈ കാർബൺ സ്റ്റീലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൈൽഡ് സ്റ്റീലിലും ബ്രിറ്റിൽ ഫ്രാക്ചർ ഉണ്ടാവും. നമ്മൾ ടെമ്പറേച്ചറൊക്കെ റെഡ്യൂസ് ചെയ്തെടുത്ത് ശരി, അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് ഫ്രാക്ചർ കൊടുത്താലും മതി. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിറ്റിൽ മെറ്റീരിയൽസിൽ ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ എന്താണ് ഗ്ലാസ് ആണ്. ഗ്ലാസ് എങ്ങനെ നമ്മൾ 2 സൈഡിൽ നിന്ന് വലിച്ചാൽ പോലും ഇത് പൊട്ടുന്ന എങ്ങനെയായിരിക്കും? ആ വലിക്കുന്ന ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് അതും
എക്സാക്ട്ലി പെർപെൻഡിക്കുലർ ആയിട്ട് നേരെ നടുകയിൽ കൂടെ ഇവിടെ നിന്ന് അവിടെ നിന്ന് പിടിച്ച് വലിച്ച് നേരെ നടുകയിൽ കൂടെ ഒരൊറ്റ പ്ലെയിനിൽ കൂടെ ആയിരിക്കും പൊട്ടുക. അതിന് ബ്രിച്ചിൽ ഫ്രാക്ചർ എന്ന് പറയും. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഡക്റ്റൈൽ ഫ്രാക്ചർ ബ്രിച്ചിൽ ഫ്രാക്ചർ ഇതാണ്. ഡക്റ്റൈൽ ഫ്രാക്ചർ അല്ലെങ്കിൽ കപ്പ് ആൻഡ് കോൺ ഫ്രാക്ചർ എന്ന് പറയുന്നത് ഡക്റ്റൈൽ മെറ്റീരിയൽസിലായിരിക്കും ഉണ്ടാവുക. ദെൻ ബ്രിച്ചിൽ ഫ്രാക്ചർ എന്ന് പറയുന്നത് ബ്രിച്ചിൽ മെറ്റീരിയൽസിലായിരിക്കും ഉണ്ടാവുക. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പരിപാടികൾ. ബട്ട് ഡക്റ്റൈൽ ഫ്രാക്ചറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡക്റ്റൈൽ ഫ്രാക്ചർ ഒരു ഇലോങ്ങേഷൻ ഉണ്ടാവും. ഫെയിലിയറിന് മുമ്പ് ഒരു ഇലോങ്ങേഷൻ ഉണ്ടാവും. അതുകൊണ്ട് എന്താ ഗുണം? ഇലോങ്ങേഷൻ ഉണ്ടാകുമ്പോൾ ഈ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഡീഫോർമേഷൻ ഉണ്ടാകുമ്പോൾ നമുക്കൊരു വാർണിംഗ് കിട്ടും. ഇപ്പോൾ ഒരു ക്രെയിൻ നമ്മൾ ലോഡ് ചെയ്യാന്ന് വെച്ചോ, ക്രെയിൻ നമ്മൾ ഡിസൈൻ ചെയ്തൊക്കെ ലോഡ് ചെയ്യണം. അപ്പോൾ ക്രെയിൻ വെർട്ടിക്കലായിട്ട് കാൻഡിലീവറായിട്ട് ഇതിനെ പൊക്കി എടുത്തിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട്, ഒരു സൺറൈസ് ചെയ്യാനായിട്ട്. ബട്ട് ക്രെയിനിൻ്റെ ആ ലീവറിന് താങ്ങാൻ പറ്റാവുന്നതിലധികം ലോഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? അതിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, കാൽക്കുലേഷനൊക്കെ ഉണ്ട് കുറേ. എന്താണ് അതിൻ്റെ സേഫ്റ്റി ഫാക്ടറൊക്കെ ഉണ്ട്. ബട്ട് അതൊക്കെ പോട്ടെ. നമ്മൾ ആ ക്രെയിനിന് നമ്മൾ താങ്ങാവുന്നതിലധികം, അതിൻ്റെ ആമ എന്തായാലും മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്, ഫോർജ് സ്റ്റീലും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. ആ സാധനത്തിന് താങ്ങാവുന്നതിലധികം ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ക്രെയിൻ പൊങ്ങുന്നതിന് മുമ്പ് മാക്സിമം പൊക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ട്രെസ് താങ്ങുന്നതിനേക്കാളും മുമ്പ് വന്നു കഴിഞ്ഞാൽ ഇത് ഡീഫോം ചെയ്ത് തുടങ്ങും. അത് ക്രെയിൻ്റെ സാധനം വളഞ്ഞു തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഫെയിലിയർ വരാൻ പോണ്. അപ്പോൾ തന്നെ ഒന്നില്ലെങ്കിൽ ലോഡ് റിഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ലോഡ് ഡ്രോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അവിടുത്തെ ക്രെയിനൊക്കെ മറിഞ്ഞു വീഴണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ യൂട്യൂബ് വീഡിയോസിലൊക്കെ. അപ്പോൾ ആ ക്രെയിൻ ഡീഫോമൊക്കെ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ആ ഡീഫോർമേഷൻ നമുക്ക് എപ്പോഴും ഒരു വാർണിംഗ് ആയിട്ട് ആക്ട് ചെയ്യും. സിമിലർലി നമ്മുടെ വീടിൻ്റെ ടെറസൊക്കെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കോൺക്രീറ്റ് എന്താണ്, കോൺക്രീറ്റ് എന്ന് വെച്ചാൽ എക്സാക്ട്ലി ഒരു ബ്രിറ്റിൽ സാധനമാണ്, ബ്രിറ്റിൽ മെറ്റീരിയലാണ്. കംപ്രസീവ് സ്ട്രെങ്ത്താണ് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് നമ്മൾ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ അകത്ത് വാർക്ക കമ്പിയും കൂടി കയറ്റും. അപ്പോൾ എന്താ പറ്റുക? ഈ വാർക്ക കമ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻസൈലാണ്. TMT ബാർസ് എന്ന് പറയുന്നത്, തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് ബാർസ് എന്ന് പറയുന്നത് ടെൻസൈൽ മെറ്റീരിയലാണ്. അപ്പോൾ ഈ സാധനത്തിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് ഒരു കോമ്പോസിറ്റ് സാധനം വന്നത്. അതൊക്കെ നമുക്ക് പഠിക്കാം, കോമ്പോസിറ്റ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഡീഫോർമേഷൻ നമ്മൾ വാർക്കയുടെ മുകളിലേക്ക് അതിന് താങ്ങാവുന്നതിലധികം സ്ട്രെങ്ത് ഉള്ള സാധനങ്ങൾ കയറ്റുകയാണെങ്കിൽ, അതായത് താങ്ങാവുന്നതിലധികം ലോഡ് അതിൻ്റെ മുകളിലേക്ക് കയറ്റുകയാണെങ്കിൽ കമ്പികൾ ഡീഫോം ചെയ്യും. അപ്പോൾ കാലപ്പഴക്കം ചെന്ന് കഴിഞ്ഞാൽ വീടുകളിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ വാർക്ക കമ്പി ഇങ്ങനെ വളഞ്ഞ് വന്ന് അടിയിൽ നിന്ന് സിമെൻറ്റൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോകണമൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞിട്ട് ലോഡ് മൊത്തം താങ്ങണത് ഈ കമ്പിയാണ്. അപ്പോൾ കമ്പിയുടെ സ്ട്രെങ്ത്തിൻ്റെ ലിമിറ്റിന് മുകളിലേക്ക് പോകുമ്പോൾ എന്താ പറ്റുക? ഈ കമ്പി ഡീഫോം ചെയ്യും. അപ്പോൾ ഡീഫോം ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഇതിൻ്റെ ലിമിറ്റ് എത്താറായി, അപ്പോൾ ഫെയിലിയർ വരാൻ ചാൻസ് ഉണ്ട്, റിസ്കുകളുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഡക്റ്റൈൽ ഫ്രാക്ചറിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡക്റ്റൈൽ മെറ്റീരിയൽസിൽ നമുക്ക് ഒരു വാർണിംഗ് കിട്ടും ഫെയിലിയറിന് മുമ്പ്. ബട്ട് ബ്രിറ്റിൽ മെറ്റീരിയൽസിന് അത് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടിൽ നിന്നും, ഡക്റ്റൈൽ ഫെയിലിയറിൽ നിന്നും ബ്രിറ്റിൽ ഫെയിലിയറിൽ നിന്നും വളരെ ഡിഫറെൻ്റാണ് ഫെറ്റിക് ഫെയിലിയർ എന്ന് പറയുന്നത്. ഫെറ്റിക് ഫെയിലിയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കോപ്പറിൻ്റെ കമ്പി എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അലൂമിനിയത്തിൻ്റെ കമ്പി എടുക്കുകയാണ്, ചെറിയ കമ്പി. നമ്മളതിനെ ഒരു കമ്പി ഒടിക്കാനായിട്ട് കെട്ടുകമ്പിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വാർക്കൊക്കെ യൂസ് ചെയ്യണം. ആ സാധനം ഒടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? നമ്മളതിനെ ബെൻഡ് ചെയ്യിച്ചിട്ട് പിന്നെ അതിനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് നേരെയാക്കി, പിന്നെയും ബെൻഡ് ചെയ്ത് പിന്നെയും ഫ്ലക്ച്വേറ്റ് ചെയ്ത് നേരെയാക്കി, അങ്ങനെ നമ്മൾ വളച്ചും നേരെയാക്കി 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതുകൊണ്ട് ഒടിഞ്ഞു പോകും. അതെന്തുകൊണ്ടാണ്? അത് ആ ടൈപ്പ് ഫെയിലിയേഴ്സാണ് ഫെറ്റിക് ഫെയിലിയർ. അതായത് സൈക്ലിക്കലായിട്ട് നമ്മൾ ടെൻസൈലും കംപ്രസീവും ആയിട്ടുള്ള ലോഡിങ്ങും കൊടുത്തു കഴിഞ്ഞാൽ മെറ്റീരിയലിൻ്റെ ഫെയിലിയർ, ഡക്റ്റൈൽ ആവേണ്ടി വരുന്ന ഡക്റ്റൈൽ മെറ്റീരിയൽസ് പോലും അതിൻ്റെ ഫെയിലിയർ എന്ന് പറയുന്നത് വളരെ ഡ്രാസ്റ്റിക്കായിട്ട് ബ്രിറ്റിലായിട്ട് നടക്കും. അതാണ് ഫെറ്റിക് ഫെയിലിയറിൻ്റെ പ്രത്യേകത. ഓക്കെ.